പീസ് ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് പൗർവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഫോണിലൂടെ വിളിച്ചറിയിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ദൈവം മറുപടി നൽകുമാറാകട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പീസ് ഫോർ യു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗം 103 സങ്കീർത്തനം 13 വാക്യമാണ്. കരുണ തോന്നുന്ന ദൈവം എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദൈവവചന ഭാഗം ശ്രദ്ധിച്ചാലും. ഇവിടെ നമ്മൾ വായിക്കുന്നത് 103 സങ്കീർത്തനം 13 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടുള്ള, എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ആമേൻ. ഒരപ്പന് സ്വന്തം മകനോട് എങ്ങനെ കരുണ തോന്നുന്നുവോ അതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എൻ്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഒത്തിരി വചനം ധ്യാനിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. 1994 സെപ്റ്റംബർ മാസം 23 എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 1996 ഓഗസ്റ്റ് മാസം 4 ക്യാൻസർ രോഗത്തെ തുടർന്ന് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് സഹോദരന്മാരാരുമില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിലേകനായി തീർന്നു. എനിക്കുണ്ടായിരുന്ന വസ്തുവും വീടും ഒക്കെയും കടഭാരം വന്ന് ജപ്തി ചെയ്ത് സകലവും വിൽക്കുവാനിടയായി ഒന്നുമില്ലാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നത്. അതിനുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ഈ വചനം ധ്യാനിക്കാറുണ്ട്. ഒരപ്പന് മകനോട് എങ്ങനെ കരുണ തോന്നുന്നുവോ അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവരോട്, ദൈവഭക്തന്മാരോട് ദൈവത്തിന് കരുണ തോന്നുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആത്മബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധമാണ്. രക്തബന്ധത്തേക്കാൾ വലുതാണ് ആത്മബന്ധം. നമുക്ക് സമ്പത്തും ആരോഗ്യവും ജോലിയും പദവികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തുള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കും. ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഇതൊന്നും ഇല്ലാത്ത ഒരു അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ പലരും നമ്മളെ തള്ളിക്കളയുവാനിടയായിത്തീരും. വേണ്ട എന്ന് പറയുന്ന അനുഭവം, അന്വേഷിക്കാത്ത അനുഭവം, തള്ളിക്കളയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുകയാണ്. സ്തോത്രം. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ദൈവം നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവം അല്ല. സാധാരണ നമ്മൾ ഓഫീസിലൊക്കെ കടന്നു ചെന്നാൽ അവർ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ അവർ ആദ്യം ചോദിക്കുന്നൊരു കാര്യം ബയോഡേറ്റ കൊണ്ടുവരാനാണ്. ബയോഡേറ്റ, റെസ്യൂം കൊണ്ടുവരാൻ പറയും. അതിനകത്ത് നമ്മൾ ആദ്യം എഴുതുന്നത് നമ്മുടെ പേരാണ്. രണ്ടാമത് എഴുതുന്നത് നമ്മുടെ പിതാവിൻ്റെ പേര്, ഫാദേഴ്സ് നെയിമാണ്. അതിനകത്ത് എഴുതും. നമ്മുടെ ഈ ലോകത്തിലെ പിതാവിൻ്റെ പേര് നമ്മൾ ആ റെസ്യൂമിനകത്ത് എഴുതി വെക്കാറുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓർഫണേജിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഒരുപക്ഷെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. അവരെക്കുറിച്ചുള്ള അറിവ് അവർക്കില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ പേര് ലോക്കൽ ഗാർഡിയൻ്റെ പേരായിരിക്കും അവർക്ക് എഴുതുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളിത് ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവം ആരാണ്, ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ളൊരു ബോധ്യം ജീവിതത്തിൽ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ എവിടെയും ധൈര്യത്തോടെ പറയുവാൻ, എനിക്കൊരു ആത്മീയ പിതാവുണ്ട്, എന്നെ രക്ഷിച്ചൊരു പിതാവുണ്ട്, എന്നെ വിടുവിച്ചൊരു പിതാവുണ്ട്, അത് സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പറയുവാനുള്ള ധൈര്യം ദൈവം നൽകുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ വായിക്കുമ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുകയാണ്. അങ്ങനെ ഈ അപ്പനും മകനും തമ്മിലുള്ളൊരു ബന്ധം പോലെ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം വേണമെങ്കിൽ, ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൽ നമ്മൾ വിശ്വസിപ്പാനിടയായി തീരണം. ആ പിതാവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ എങ്ങനെ ബന്ധം സ്ഥാപിക്കാം എന്നുള്ളത് ഒരു വാക്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവ മക്കളായി തീരണമെങ്കിൽ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
നിങ്ങൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും ആമേൻ, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. ആമേൻ, ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവ മക്കളായി മാറുവാനിടയായിത്തീരും. അനേകർ ദൈവമേ 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 എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ട് വാസ്തവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുകയുള്ളൂ. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, മക്കൾ എങ്കിലോ നമ്മൾ അവകാശികൾ ആകുന്നു. മക്കളായി തീർന്നാൽ ദൈവത്തിൻ്റെ ചില അവകാശങ്ങൾ ദൈവം നമുക്ക് നൽകി തരുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പല പേരുകൾ വിളിക്കാറുണ്ട്, എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പേരുണ്ട്. ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുമ്പോൾ, ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ടാകാം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പേരുണ്ട്, എൻ്റെ അപ്പച്ച എന്ന് വിളിച്ചുള്ളൊരു പ്രാർത്ഥന, എൻ്റെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു ഒരു യഹൂദനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ധാരാളം പേരുകളുണ്ട്. അവർ ദൈവമേന്ന് ഒരിക്കലും ദൈവത്തെ വിളിക്കാറില്ല. കാരണം 10 കൽപ്പനകളിൽ ഇങ്ങനെ പ്രമാണമുണ്ട്, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. അതുകൊണ്ട് അവരൊരിക്കലും ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കാറില്ല. അവർ വിളിക്കാറുള്ള പേര് ഒന്നെങ്കിൽ അദോനി എന്ന് വിളിക്കും, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന പേര് യാഹുവേ എന്ന് വിളിക്കും. ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന പേര്. എന്നാൽ കർത്താവ് ഒരിക്കലും ആ പേരുകളൊന്നും വിളിച്ചില്ല. കർത്താവ് വിളിച്ച പേര് അബ്ബ എന്നാണ്. ഈ അബ്ബ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചാൽ, ആമേൻ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ മടിയിലിരുന്ന് കൊഞ്ചിക്കുഴഞ്ഞ് ആമേൻ മുഖത്തൊക്കെ തിരുമ്മിക്കൊണ്ട് അപ്പച്ച എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് അബ്ബ എന്നുള്ളതായ പദം. കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത്, ആമേൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ആമേൻ, ഈ ഭൂമിയിലുള്ള പിതാക്കന്മാരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, ആമേൻ, നമ്മളോട് കരുണ തോന്നുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഒരു വിക്കനായ മോശ, ദൈവത്തിന് സ്തോത്രം, അവൻ പ്രതികൂല സാഹചര്യങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു മോശയെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു. മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആമേൻ, മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ജനത്തെ വിടുവിക്കാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ജനത്തോട് എന്തോ പറയും, ആരാ എന്നെ അയച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. പേരല്ല പറഞ്ഞു കൊടുത്തത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഐ വിൽ ബി വാട്ട് ഐ വിൽ ബി എന്നാണ് അതിൻ്റെ എബ്രായ പദത്തിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്, ആമേൻ, ഞാൻ എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് ഞാൻ നിനക്കായിരിക്കും. നിൻ്റെ രോഗസമയത്ത് ഞാനൊരു സൗഖ്യദായകനായിരിക്കും. ആമേൻ, നിനക്കൊരു സ്വസ്ഥതയുമില്ലാത്ത സമയത്ത് ഞാൻ സമാധാനദായകനായിരിക്കും. ആമേൻ, ആമേൻ, നിലയില്ലാ കടത്തിൽ നീ മുങ്ങി താഴുമ്പോൾ ആമേൻ, അനുഗ്രഹത്തിൻ്റെ നന്മകളുടെ ഉറവിടമായി ഞാൻ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. വാതിലുകളെല്ലാം അടയുമ്പോൾ ആമേൻ, ഞാൻ ജീവന്റെ വാതിലായി നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. വഴികളൊക്കെ അടഞ്ഞൊരുപക്ഷെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കാം. വീട്ടിനുള്ളിൽ തന്നെ നാളുകളില്ലാതെ ജോലിയില്ലാതെ നിങ്ങൾ കുത്തിപ്പിടിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത്ഭുതങ്ങളുടെ ഉറവുകളെ തുറന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉദ്ധരിക്കുവാൻ, നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വേദനയുടെ സമയത്ത്, ഭാരപ്പെടുന്ന സമയത്ത് ആശ്വാസദായകനായി യേശുവിൻ്റെ കരം വെളിപ്പെടുവാനിടയായിത്തീരും. എൻ്റെ ഒത്തിരി അനുഭവങ്ങളുടെ നടുവിൽ ആരും ആശ്വസിപ്പിക്കുവാനില്ല, ഒരു സമാധാന വാക്ക് പറയുവാൻ ആരുമില്ല. ആമേൻ. ജീവിതത്തിൽ നീണ്ട ദിവസങ്ങൾ ഭാരത്തോടെ വേദനയോടെ ഇരുന്നപ്പോൾ ഉറങ്ങാത്ത അനേക രാത്രികൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. 7 മാസത്തോളം 3 ഉറക്കഗുളിക കഴിച്ചിട്ട് ഉറങ്ങുവാൻ കഴിയാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധങ്ങൾ സകലവും നഷ്ടപ്പെട്ടു. ഉള്ള നന്മകളെല്ലാം നഷ്ടപ്പെട്ടു. ശൂന്യമായി തീർന്നതിന് നടുവിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹൃദ്യമായ ദൈവശബ്ദം, ആമേൻ, ദൈവത്തിൻ്റെ വചനം എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞ അനുഭവമാണെങ്കിലും എൻ്റെ ദൈവം ഒരു നാളും നിങ്ങളെ തള്ളിക്കളയയില്ല, ഒരു നാളും നിങ്ങളെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ രോഗം വന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ തമ്പുരാൻ പറയാം, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. 70-80 വയസ്സ് ആയുസിനെക്കുറിച്ച് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. 80 കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. ദീർഘായുസ് കൊടുക്കണേ, വിടുവിക്കണേ എന്നൊക്കെ രോഗശയെ കിടന്ന് പ്രാർത്ഥിച്ച കൊച്ചുമക്കൾ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവഹിതം വെളിപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു കാലഘട്ടമാണ്. പ്രായമായവരൊന്നും ഇന്ന് ആൾക്കും വേണ്ട. എന്നാൽ തമ്പുരാൻ പറയുകയാണ്, വാർദ്ധക്യം നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കും. നീ എത്ര ബലഹീനനായി തീർന്നാലും ഞാൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, ആശ്വാസദായകനായി നിന്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ കരുണ തോന്നിയ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരുന്നാട്ടെ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന് കരുണ തോന്നിയ ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മർക്കോസ് 10-ന്റെ 46-47 വാക്യങ്ങൾ.
അവർ എരീഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു പിച്ചക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രാനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. നോക്കുക, എരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുരുടൻ ഇരിക്കുകയാണ്. രണ്ട് കണ്ണില്ലാത്ത കുരുടൻ. ആമീൻ. ആ കുരുടൻ്റെ പേര് ബർത്തിമായി എന്നാണ്. ബർത്തിമായി. ആമീൻ. വഴിത്തലക്കിൽ ഇരുന്നു കൊണ്ട് ആമീൻ ആരോ ഈ ബർത്തിമായിയോട് പറഞ്ഞു, യേശു കർത്താവ് ഇതിലെ കൂടി വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ബർത്തിമായി അവിടെ നിന്നും നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് നിലവിളിക്കുന്നത്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. നോക്കുക, ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. എല്ലാ തിയോളജിയും ദൈവശാസ്ത്രവും അടങ്ങിയ ഒരു പ്രാർത്ഥനയാണ് ഈ കുരുടനായ മനുഷ്യൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്നത്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ കുലത്തിൽ ജനിക്കുമെന്നും ആമേൻ ആ യേശു ക്രിസ്തുവാൻ നസ്രയനാണ് വരുന്നതെന്നും ആമേൻ ദൈവത്തിന് കുരുട്ട് കണ്ണുകളെ തുറപ്പാനുള്ള ശക്തി ഉണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ആമേൻ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ പേര് ബർത്തിമായി എന്നാണ്. വേദപുസ്തകത്തിൽ ധാരാളം കുരുടന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ബർത്തിമായിയെക്കുറിച്ച് ആമേൻ എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തിമായിയുടെ മകനായ ബർത്തിമായി എന്നാണ്. എന്ന് വെച്ചാൽ പിതാവിൻ്റെ പേരുകൂടെ അവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ പിതാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. പിതാവിൻ്റെ പേരുകൂടെ അവിടെ എഴുതിയിട്ടുള്ളത് തിമായി എന്നാണ്. എന്താണ് തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം? എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെങ്കിലും എഴുതി അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥം കാണും. തിമായി എന്ന് എഴുതുവാൻ കാരണം തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം ഡേർട്ടി എന്നാണ്, അഴുക്കെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എബ്രായ പശ്ചാത്തലം അനുസരിച്ച് യഹൂദന്മാർക്ക് പേരിടുമ്പോൾ ചുമ്മാതെ പേരിട്ട് വെക്കത്തില്ല. എവിടെയെങ്കിലും ഒരു പേരിടുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അബ്രഹാം, അബ്ബ എന്ന വാക്ക് അതിനകത്തുണ്ട്. അബ്രഹാം അതിൻ്റെ അർത്ഥം ബഹുജാതികളുടെ പിതാവെന്നാണ്. അബ്ശാലോം അബ്ബ പിതാവേ. അബ്ശാലോം എന്ന വാക്കിൻ്റെ അർത്ഥം ശാലോം സമാധാനം. അബ്ബ് എന്ന് പറഞ്ഞാൽ പിതാവേ. അപ്പൻ്റെ സമാധാനം എന്നാണ് അബ്ശാലോം എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ അപ്പനായ ദാവീദിന് ഈ മകൻ തലവേദനയായി തീർന്നു. അങ്ങനെ ഒത്തിരി മക്കളുണ്ട്, പേര് പോലെ ജീവിക്കാത്ത ധാരാളം മക്കളുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നത് തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം അഴുക്കെന്നാണ്. ദൈവമക്കളെ, ഈ ജീവിത പശ്ചാത്തലത്തിലിട്ട പേരാണ്. കുടുംബപരമായി പാരമ്പര്യപരമായി ഏതോ പൈശാചിക മണ്ഡലങ്ങൾ വന്നിട്ട് ഈ കുടുംബത്തെ ബാധിച്ച് ബന്ധിച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ് തിമായിയുടെ കുടുംബം. ഇതാ ജനിച്ച മകൻ ബർത്തിമായി രണ്ട് കണ്ണില്ലാത്തവനായി തീരുവാനായിട്ടിടയായി തീർന്നു. ഏതോ ശാപബന്ധനങ്ങൾ ഈ കുടുംബത്തെ അമർത്തി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഒരു സഹോദരി ഫോണിൽ വിളിപ്പാനായിട്ടിടയായി തീർന്നു. അവർ പറഞ്ഞത് കേട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് ദൈവസനെ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അവർ പറയുകയാണ്, പാസ്റ്ററെ, ഒരു കണ്ണുനീരോടെ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡിന് 100% ബ്ലൈൻഡ്നെസ്സാണ്. രണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. എനിക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന് ജപ്തിക്ക് ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ഒരു ഗത്യന്തരവുമില്ലാതെ അവർ ഈ പ്രോഗ്രാം കണ്ട് വിളിക്കുവാനിടയായി തീർന്നു. ഇതുപോലെ ഭാരപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഞാൻ അന്ധതയെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യം പറയുവാനിടയായി തീർന്നത്. ഏതോ ഈ തിമായിയുടെ ഭവനത്തിൽ ഏതോ ശാപബന്ധനങ്ങൾ വന്നിവരെ മൂടിയിരിക്കുകയാണ്. അഴുക്കിൻ്റെ ചാലിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിലാണ് ബർത്തിമായി ജനിക്കുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചിലർ പറയാറുണ്ട്, പാസ്റ്റേ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യമൊന്നും പാസ്റ്റർ അറിഞ്ഞുകൂടാ. എൻ്റെ പിതാവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. എൻ്റെ കുടുംബത്തിലെല്ലാം ഗുണ്ടകളും വഴക്കാളികളുമായിരുന്നു. ആ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിറ്റ് സകലം നശിച്ചു. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല, എല്ലാം നശിക്കുകയാണ്. സകലരും മദ്യപാനികളായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ശൂന്യമായി തീർന്നിരിക്കുകയാണ്. അഴുക്ക് ചാലിൻ്റെ നടുവിൽ ആയിരിക്കുകയാണ്. പക്ഷേ ബർത്തിമായിക്കൊരു ഗുണമുണ്ട്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണെങ്കിലും, എൻ്റെ കുടുംബത്തിനൊരു ഉദ്ധാരണമില്ലെങ്കിലും, ശപിക്കപ്പെട്ടൊരു കുടുംബമാണെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഡോക്ടർമാർക്ക് കഴിയാത്തത്, ലോകത്തിലെ വൈദ്യന്മാർക്ക് കഴിയാത്തത്, ഒരു സൈക്കോളജിക്കും സൈക്കാട്രിക്കും കഴിയാത്തത് സ്വർഗത്തിൽ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് വിശ്വാസത്തോടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിമായിക്ക് മാറുവാനൊരു ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് താൻ അവിടെ നിന്ന് കരയുവാനിടയായി തീർന്നത്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഒന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? കണ്ണുനീരോടെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. എന്നോടൊന്ന് കരുണ തോന്നണമേ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണമേ, എൻ്റെ തലമുറയോട് കരുണ തോന്നണമേ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളോട് ദൈവമേ ഒന്ന് കരുണ തോന്നണമേ. ഇവിടെ വായിക്കുന്നത്
ബർത്തിമായിക്ക് 2 കണ്ണില്ല എന്നുള്ളത് ശരിയാണ്. 2 കണ്ണും അടഞ്ഞിരിക്കുകയാണ്, കുരുടനാണ്. പക്ഷേ തൻ്റെ 2 ചെവിക്ക് ഒരു കുഴപ്പവുമില്ല. 2 കണ്ണും അടഞ്ഞിരിക്കുകയാണെങ്കിലും 2 ചെവി നല്ല കേൾവി ശക്തിയുള്ളതാണ്. ഈ 2 ചെവിയും ദൈവ ശബ്ദം കേൾക്കുവാൻ ബർത്തിമായി ഉപയോഗിച്ചു. പ്രിയമുള്ളവർ, നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ചെവിയും നാവും ഒക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ ഈ ദൈവ ശബ്ദം നിങ്ങളെ വിടുവിപ്പാനിടയായിത്തീരും. ദൈവശബ്ദം ഈ തിമായുടെ ഹൃദയത്തിൽ കേട്ടത്, ബർത്തിമായുടെ ഹൃദയത്തിൽ കേട്ടതാണ് ദൈവപ്രവൃത്തിക്ക് ഒരു മുഖാന്തരമായി തീർന്നു. വിശ്വസിച്ചു. ആരോ പറഞ്ഞു, നസറേനായ യേശു വരുന്നു, യേശു വരുന്നു. ഉടനെ കേട്ട പാടെ ആമേൻ ഈ ബർത്തിമായി കരയുവാനിടയായി, നിലവിളിക്കാനിടയായി തീർന്നു. നിലവിളിക്കാൻ തുടങ്ങി. അന്നേരം തന്നെ നിലവിളിക്കാൻ തുടങ്ങി. ഈ നിലവിളിയാണ് പിന്നത്തേതിൽ തന്നെ സൗഖ്യത്തിൽ കൊണ്ട് എത്തിച്ച് വലിയൊരു സാക്ഷ്യമായി തീരുവാനിടയായി തീർന്നത്. കരയുവാൻ തയ്യാറുണ്ടോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടോ? മുഴങ്കാൽ മടക്കുവാൻ തയ്യാറുണ്ടോ? ആമേൻ പലരും കളിയാക്കി പരിഹസിച്ചെന്നിരിക്കാം. എന്നാൽ വിശ്വാസത്തോടെ കൈയടിച്ച് യേശു എന്ന് വിളിക്കുവാൻ തയ്യാറുണ്ടോ? ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ബൈബിളിൽ റോമാലേഖനത്തിൽ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമായി തീരുന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. അടുത്ത നമ്മൾ താഴത്തോട്ട് വായിക്കുന്നത് 48-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ബർത്തിമായി കരയുവാനായിട്ട് തുടങ്ങി, നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. നിലവിളിച്ചപ്പോൾ അനേകർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അവനെ ശാസിച്ചു. നീ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. മിണ്ടാതിരിക്കാൻ ശാസിക്കുന്നതോറും ബർത്തിമായി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി, ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. ഓ ഹല്ലേലൂയ! എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച കാര്യമാണ്. ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഉച്ചത്തിൽ കരയെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ബൈബിളിൽ പറയുന്നത് നീ അടങ്ങിയിരിക്കരുത്, ഉറക്കെ നിലവിളിക്കുക, കാഹളം പോലെ നിന്റെ ശബ്ദത്തെ ഉയർത്തുക. പ്രാർത്ഥനാ മുറിയിൽ ശബ്ദം ഉയരട്ടെ. കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ചില കോട്ടകൾ ഇടിയണമെങ്കിൽ ഷൗട്ട് ചെയ്തേ മതിയാകുകയുള്ളൂ. പിശാച് കെട്ടിവെച്ച വലിയ എരിഹോ കോട്ടകൾ, കുടുംബത്തിന് ചുറ്റും കെട്ടിവെച്ച കോട്ടകൾ, ഒരു ഉയർച്ചയും വരാതിരിപ്പാൻ, ഒരു നന്മയും വരാതിരിപ്പാൻ, ഒരു വഴിയും തുറക്കാതിരിപ്പാൻ കെട്ടിവെച്ച ചില കോട്ടകൾ ഇടിയണമെങ്കിൽ ഷൗട്ട് ചെയ്ത് ശബ്ദത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരണം. ഈ ബർത്തിമായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദന്മാരൊന്നും പൊതുസ്ഥലത്ത് നിന്നൊന്നും ശബ്ദമൊന്നും വെക്കുകയില്ല, ശബ്ദത്തിലൊന്നും പറയുകയില്ല. കാരണം അവർക്കത് ലജ്ജാകരമാണ്. അവർക്കൊരിക്കലും അവരുടെ സ്റ്റാറ്റസിന് പിടിക്കുന്നൊരു കാര്യമല്ല. പലർക്കും അങ്ങനെയാണ്. ദൈവത്തെ സ്തുതിക്കാനൊക്കെ ലജ്ജയാണ്, കരമടിക്കാൻ ലജ്ജയാണ്, സ്തോത്രം പറയാൻ ലജ്ജയാണ്, ഒച്ചത്തിൽ പാടാൻ ലജ്ജയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ആർക്കാ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്? ബൈബിളിൽ പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ യാഹ്വേ ഈസ് ഗുഡ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാവർക്കും ഒന്നും ദൈവത്തെ നല്ലവണ്ണം സ്തുതിക്കാനും ഷൗട്ട് ചെയ്യാനൊന്നും ഒക്കുകയില്ല. ദൈവം നല്ലവനാണെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. കൃത്യമായി കരഞ്ഞു, നിലവിളിച്ചു. അവൻ ലജ്ജ ഒന്നും തോന്നിയില്ല. കേട്ടോ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ദൈവത്തെ ആരാധിക്കുന്നു, ലജ്ജ തോന്നരുത്. ബൈബിളിൽ പറയുന്നത് നമ്മുടെ ലജ്ജയെ മാറ്റുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇത്രയും നാളായിട്ടും ജീവിതത്തിൽ വിടുതൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ശബ്ദത്തിലൊന്ന് നിലവിളിക്കാൻ തുടങ്ങുക. ശബ്ദത്തിൽ, ഞാൻ ഈ ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോടടുത്ത് വിശ്വാസത്തോടെ ഒന്ന് നിലവിളിക്കാൻ തുടങ്ങി. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ നിലവിളിക്കാനായിട്ട് തുടങ്ങി. പലരും മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചു. നോക്കുക, വഴിയിലിരുന്ന ഒരു ഭിക്ഷക്കാരൻ നിലവിളിച്ചു. സ്തോത്രം. ഭിക്ഷക്കാരൻ എന്തോ സ്റ്റാറ്റസാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ യാചകന്മാർ വരാറുണ്ട്. വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 5 രൂപ 10 രൂപ കൊടുത്ത് നമ്മൾ അവരെ പറഞ്ഞു വിടുവാനിടയായിത്തീരും. അവരോടൊന്നും നമ്മൾ സംസാരിക്കത്തില്ല. ഇവിടുന്ന് വന്നാൽ നമ്മൾ ചോദിക്കത്തില്ല, എന്താ കാര്യമെന്ന് ചോദിക്കത്തില്ല. ഉച്ചയ്ക്ക് വന്ന ഭക്ഷണം കഴിച്ചോന്ന് പോലും നമ്മൾ ചോദിക്കത്തില്ല. പക്ഷേ ഇതാ വഴിയിരിക്കുന്ന ഒരു യാചകൻ കരഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, നസറേനായ യേശുവോടെ നിൽക്കുവാൻ ഇടയായിത്തീർന്നു. നിന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, കടലിനെയും ഹല്ലേലൂയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയൊക്കെ സൃഷ്ടിച്ച വലിയവനായ ദൈവം ഒരു ഭിക്ഷക്കാരൻ്റെ കരച്ചിലിന് മുമ്പിൽ നിൽക്കുവാനിടയായിത്തീർന്നു. വാസ്തവമായി കരഞ്ഞാൽ, ആവശ്യബോധത്തോടെ കരഞ്ഞാൽ, നിലവിളിച്ചാൽ, ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, നിൻ്റെ നിലവിളിയുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിൽക്കുവാനിടയായിത്തീരും. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവനിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ആരാ കരയുന്നത്? കരയുന്നവരിവിടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, യേശു നിന്നെ വിളിക്കുന്നു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്കതിലൊക്കെ സന്തോഷിപ്പിച്ചൊരു കാര്യം ബൈബിളിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 50-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, അവന് യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ മൂടിയിരുന്നൊരു പുതപ്പുണ്ട്. ഈ പുതപ്പിട്ടിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ ചെല്ലുവാനിടയായിത്തീർന്നു.
ഈ പുതപ്പെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഭിക്ഷക്കാരൊക്കെ അന്ധന്മാരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്. ഇവർക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു കറുത്ത പുതപ്പുണ്ട്, കട്ടിയുള്ളൊരു പുതപ്പ്. ഈ പുതപ്പ് മൂടിയാണ് വഴിത്തലകളിൽ ഇരുന്ന് ഇവരിങ്ങനെ ഭിക്ഷ യാചിക്കുന്നത്. എന്തെങ്കിലും തരണേ 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 എന്ന് പറയും. അപ്പോൾ ഈ പുതപ്പ് കാണുമ്പോഴേ അറിയാം ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എന്തിൻ്റെ ഐഡൻറ്റിറ്റിയാണെന്നറിയാമോ? അവൻ ഭിക്ഷ യാചിക്കുന്നതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ പുതപ്പ്. അപ്പോൾ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? ഈ പുതപ്പ് ഇട്ട ശേഷമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായിത്തീർന്നത്. അത്ഭുതമൊന്നും നടന്നിട്ടില്ല, അതിനു മുമ്പ് പുതപ്പ് വിട്ടു. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, ഒരത്ഭുതവും കണ്ണുകൊണ്ട് കണ്ടില്ല, അതിനു മുമ്പ് ആ ഐഡൻറ്റിറ്റി ഉപേക്ഷിക്കുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് പറയാമോ, നിങ്ങളെ മൂടിയിരിക്കുന്ന ഏത് പുതപ്പാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ക്ലേശം വരുത്തുന്ന പ്രതികൂലം കൊണ്ടുവരുന്ന ഏത് പുതപ്പാണ്? മാറാതിരിക്കുന്ന എന്തോ കറുത്ത കട്ടി പുതപ്പ് പോലെ നിങ്ങളെ മൂടി ഒരു ഐഡൻറ്റിറ്റിയിൽ നിങ്ങളിങ്ങനെ തളച്ചിട്ടിരിക്കുകയാണ്. ഒരു പാരമ്പര്യത്തെ നിങ്ങളെ ബന്ധിച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ദൈവാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് പറയുകയാണ്, ആ പുതപ്പിനെ എറിഞ്ഞു കളയുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയും. ദൈവമക്കളെ, ഈ ലോകക്കാരും ഒക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ, അവരൊക്കെ നമ്മളെ കരുതുന്നതിനേക്കാൾ നമ്മളെ കരുതുന്ന സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്. ഈ ഒരു ബോധ്യം വന്നാലുണ്ടല്ലോ, ഈ ലോകത്തിലെ സകലതും ചപ്പന്നും ചവറന്നും എണ്ണുവാനിടയായിത്തീരും. നിങ്ങൾക്ക് വലിയ നന്മകളുണ്ടാകാം, വലിയ വാഹനങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാകാം, വലിയ വാഹനങ്ങളും വലിയ ബാങ്ക് ബാലൻസും നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയാൽ ഈ പുതപ്പിനെയൊക്കെ വലിച്ചെറിയുവാനിടയായിത്തീരും. ഈ കുരുടനായ മനുഷ്യൻ ഈ പുതപ്പിനെ ഉപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. ഹല്ലേലൂയ. പറയാമോ, ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട. മദ്യപാനമാണോ? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിരുന്നോട് വിശ്വാസത്തോടെ പറയാം, എനിക്കിത് വേണ്ട. തീരുമാനമെടുക്ക്, എനിക്കിത് വേണ്ട. നിങ്ങൾ അലട്ടുന്ന എന്തോ വിഷയമാണ്, സ്തോത്രം, നിങ്ങളുടെ സ്വസ്ഥതയ്ക്കടുത്തുന്ന എന്തോ വിഷയമാണ്, അവിടെ ഇരുന്നുകൊണ്ട് പറയാം, എനിക്ക് വേണ്ട. നിങ്ങളുടെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വിശ്വാസത്തോട് പറ, യേശുവിന് വേണ്ടാത്തതൊന്നും എൻ്റെ ശരീരത്തിൽ വേണ്ട. ഒരുപക്ഷെ ക്യാൻസറിൻ്റെ മുഴകളാകാം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ അവിടെ കരം വെച്ചിട്ട് പറ, എനിക്കിത് വേണ്ട. ഈ പുതപ്പ് എനിക്ക് വേണ്ട. ഇത് യേശു തന്ന പുതപ്പല്ല, ഇത് ലോകം തന്ന പുതപ്പാണ്. എനിക്കിത് വേണ്ട. ദൈവം സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നിലയിൽ, ഹല്ലേലൂയ, ഒരു വലിയ വിടുതൽ കർത്താവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇനി അവിടെ ഇരിക്കത്തില്ല കേട്ടോ. നാളുകളായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. കർത്താവ് അവിടുന്ന് കരം പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങളെ പുതപ്പിട്ട ശേഷം യേശുവിനെ അനുഗമിക്കത്തക്ക നിലയിൽ അടഞ്ഞിരുന്ന മണ്ഡലങ്ങൾ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നുവരെ കാണാത്ത ചിലത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്നൊരു ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. ബൈബിൾ സങ്കീർത്തനത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ കാണുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ എന്തോ പുതപ്പ് നിങ്ങളെ മൂടി വെച്ചിരിക്കുകയാണ്. ഓ ശബരബസ്യാല ജഗൽഖല, ഓ ഹല്ലേലൂയ. ആത്മീയമായിട്ട് ഉയരുവാൻ കഴിയാതെ, ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ മൂടി വച്ചിരിക്കുന്ന പുതപ്പുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ പുതപ്പുകൾ മാറിപ്പോകട്ടെ. ആത്മീയ കണ്ണുകൾ തുറന്നു വരട്ടെ. വലിയ അത്ഭുതങ്ങൾ ഈ 2015 ആണ്ടിൽ നിങ്ങൾ വിശ്വസിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ വിശ്വസിക്കുക. ഗ്രേറ്റ്, ബൈബിളിൽ പറയുന്നത് അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഗ്രേറ്റ് മിറക്കിൾ എന്നാണ്. ചെറിയ അത്ഭുതമല്ല, അവൻ ഏകനായി, ഒറ്റയ്ക്ക് മതി, പക്ഷേ ചെയ്യുന്നത് വലിയ അത്ഭുതമാണ്. ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളാണ്. യെസ്, അത് സംഭവിക്കാൻ സമയം ആസന്നമായിരിക്കുകയാണ്. ഓടിച്ചെന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? എനിക്ക് കാഴ്ച മതി. ഓ, കർത്താവ് പറഞ്ഞു, യെസ്, നീ പ്രാപിക്കുക. ആ സമയത്ത് തന്നെ അവൻ്റെ 2 കണ്ണുകളും തുറക്കുവാനായിട്ടിടയായി തീർന്നു. 2 കണ്ണുകളും തുറന്നു. അവൻ ഇന്നുവരെ കാണാത്തതൊക്കെ കാണുകയാണ്. ഇന്നുവരെ ഇന്നലകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവന് കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ്റെ കണ്ണിലൂടെ അതെല്ലാം കാണുവാനിടയായി തീർന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്നലെ വരെ കാണാത്തത്, ഇന്നലെ വരെ അടഞ്ഞിരുന്നത്, ഇന്നലെ വരെ അനുഭവിക്കുവാൻ കഴിയാതിരുന്നത്, നന്മകളുണ്ട് പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നില്ല, അതൊക്കെ ഇതാ തുറന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം കാണാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഈ കുരുടനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുക. കാരണം സൗഖ്യം കൊടുത്തത് യേശുവാണെന്നുള്ള ബോധ്യം തനിക്കുണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തിൽ നിന്ന് ഒരു സൗഖ്യം ലഭിച്ചാൽ, ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം നിങ്ങൾക്കുണ്ടായാൽ, നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ടിടയായിത്തീരണം.
നിങ്ങളെ ദൈവാത്മ വചനത്തിലൂടെ വിളിക്കുകയാണ്. ആമേൻ, കടന്നു വാ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാ, വചനത്തിലേക്ക് വാ, പ്രാർത്ഥനയിലേക്ക് വാ. നിശ്ചയമായും സ്വർഗത്തിലെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ നീട്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ബൈബിൾ വായിക്കുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ. എല്ലാവരും തള്ളി വഴിത്തലക്കിരിക്കുകയാണ്, ഒരു വഴിയില്ല, വാതിലടച്ചിരിക്കുകയാണ്, എന്നെ ആരും കാണണമെന്ന് പറഞ്ഞ് ഒളിഞ്ഞിരിക്കുകയാണ്. ദൈവാത്മാവ് പറയുകയാണ്, അവൻ കരുണ തോന്നുന്നവൻ. കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്, തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, മുഖംമൂടികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്, പുതപ്പുകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇരുളുകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകും കേട്ടോ. പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നത്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എന്നാൽ കാറ്റ് കടന്നതിനെ തെളിവാക്കുകയാണ്. കാർമേഘം മൂടി നിൽക്കുകയാണ് ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ, അല്ലേ? ഇരുട്ട് മൂടി കെട്ടി നിൽക്കുകയാണ്. ഏതോ മണ്ഡലങ്ങളിൽ അസ്വസ്ഥതകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മ വിളിച്ചു പറയുന്നു, ഇതാ അത്ഭുതത്തിൻ്റെ വെളിച്ചം കുടുംബത്തിലേക്ക്, അത്ഭുത പ്രകാശം കുടുംബത്തിലേക്ക് ദൈവാത്മാവ് പകരുകയാണ്. ഇന്നുവരെ കാണാതെ മൂടി വെച്ച ചില മണ്ഡലങ്ങൾ സ്വർഗത്തിലെ ദൈവം തുറക്കുകയാണ്. തലമുറയുടെ നന്മ കാണാൻ പോവുക കേട്ടോ. ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ പരീക്ഷയെ തോറ്റിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവം പറയും, ഈ പ്രാവശ്യം നീ പരീക്ഷ വിജയിക്കും. ഈ പ്രാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് തകർന്ന് നിലവിളിക്കുന്ന സഹോദരി, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ജീവിതത്തിൽ ആ ഭർത്താവിനെ ഒരു ദൈവദാസനാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്ക്, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മിറക്കൽ, ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത് ചെയ്തതിനായി സ്തോത്രം. ഈ വചനം അവരുടെ ജീവിതത്തിലേക്ക് യേശു അയച്ചതിനായി സ്തോത്രം. വരും ദിവസങ്ങൾ വലിയ വിടുതലിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, അത് മുഖാന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങളിതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായിട്ട് ഞങ്ങളെ എഴുതി അറിയിക്കുക. നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടവരും. വരുന്ന ദിവസങ്ങൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഫോണിൽ വിളിച്ച് അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കേണ്ട വിലാസം: പാസ്റ്റർ സുരേഷ് ബാബു, പത്തനാപുരം, പീസ് ഫെലോഷിപ്പ്, പത്തനാപുരം PO, പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. ഇമെയിൽ peaceforyouinjesus@gmail.com. ഫോൺ 9447 011 245 9496 5346